ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പതിവിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മോർ ലൈക്ക് എ ചിറ്റ് ചാറ്റ് കൈൻഡ് ഓഫ് എ വീഡിയോ. സോ നമ്മളിങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്താണ് ഓസ്ട്രേലിയയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ചില തോട്ട്സും എന്നാൽ എത്തിക്കഴിഞ്ഞുണ്ടായിരുന്ന ഒരു റിയാലിറ്റിയും തമ്മിൽ ഒരു റിയാലിറ്റി ചെക്ക് കൈൻഡ് ഓഫ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് 1 year ആയി. അരവി എത്തിയിട്ട് ഇപ്പോൾ 3 years ആവുന്നു. അപ്പോൾ വരുന്ന സമയത്തുണ്ടായിരുന്ന ചില തോട്ട്സും ഇപ്പോൾ ഉള്ള വരുമ്പോൾ നമുക്കൊരു പിക്ചർ കാണുമല്ലോ ഓരോ കൺട്രീനെ കുറിച്ചും. ആ പിക്ചറുമായിട്ട് എത്രത്തോളം റിയാലിറ്റി മാച്ച് ആവും എന്നൊരു ഡിസ്കഷൻ അങ്ങനെ. സോ ഫസ്റ്റ് പോയിന്റ് പറയാനാണെങ്കിൽ ഞാൻ വരുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്, അവിടെ ഫുൾ സായിപ്പന്മാരും മദാമ്മമാരൊക്കെ ആയിരിക്കും, അങ്ങനത്തെ ഒരു തോട്ടിലാണ് ഞാൻ വന്നിറങ്ങി. അരവി പറഞ്ഞിരുന്നു ഇവിടെ കുറെ ഇന്ത്യൻസ് ഉണ്ട്, ആൾക്കാരൊക്കെ കാണും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും ഇത്രത്തോളം ഇന്ത്യൻസും മലയാളീസും ഒക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അതുമല്ല ഇപ്പൊ വേറെ ആൾക്കാരെ നോക്കുവാണെങ്കിലും നമ്മള് കൂടുതലും എനിക്ക് തോന്നുന്നു ചൈനീസ്, ശ്രീലങ്കൻസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അത് അല്ലാതെ എല്ലായിടത്തും തന്നെ സായിപ്പും മദാമയൊന്നും അല്ല. സോ അതെനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ പിന്നീടാണ് അറിഞ്ഞത് ഇതുപോലെ ലൈക്ക് 60% കൂടുതൽ മൾട്ടിനാഷണൽസ് ഉള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ എന്നുള്ളത്. വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓസ്ട്രേലിയൻ വെതറാണ്. ഇപ്പം മെൽബണിലാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം മെൽബൺ വെതർ ഇസ് എ ക്രേസി ചൈൽഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. രാവിലെ നല്ല വെട്ടിത്തിളങ്ങുന്ന ചൂടും, ഉച്ചയ്ക്ക് മഴയും, രാത്രി തണുപ്പും, എന്നാൽ ചിലപ്പോൾ രാവിലെ തണുപ്പും വൈകിട്ട് ചൂടെടുക്കുന്ന രീതിയും ആവാം. പിന്നെ ഈവൻ നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പം 3 കൊല്ലം മുമ്പ് ജനുവരി വന്നപ്പം 9 മണിയായിട്ടും സൂര്യൻ അസ്തമിക്കുന്നില്ല. ഇപ്പം അങ്ങനെയാണ്. നമ്മൾ 8:30-9 മണിയാകുമ്പം ഡിന്നർ കഴിക്കേണ്ട സമയമാകുമ്പോഴും സൂര്യൻ ഇങ്ങനെ നിൽക്കുക. നമുക്കിങ്ങനെ ഉറങ്ങാറായില്ലേ. അതിന്റെ ഒരു ഷോർട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിന്നർ ടൈമിലും. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ആ സമയത്ത് എന്തൊരു വെയിലായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ വെദർ ഇസ് എ തിങ്. നമുക്ക് ഒന്നും പ്രഡിക്റ്റബിൾ അല്ല, എന്നാൽ എല്ലാം മാനേജബിൾ ആണ്. നോട്ട് എക്സ്ട്രീം ആസ് കമ്പയർഡ് ടു അതർ കൺട്രീസ് ദാറ്റ് ഐ ഹേർഡ്. ഇപ്പൊ പെർത്തിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടാണെന്ന് അവിടെ ഉള്ളവര് പറയാറുണ്ട്. എന്നാൽ ബ്രിസ്ബെയിനിൽ കുറച്ചുകൂടെ ഹ്യൂമിഡ് ആയിട്ട് നാട്ടിലെ പോലത്തെ വെതറാന്ന് കേട്ടിട്ടുണ്ട്. കുറച്ചും കൂടെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു വെതറാന്ന് ബ്രിസ്ബെയിനിൽ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോ മെൽബണിന് പുറത്ത് പോയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അത്ര അറിയില്ല. പക്ഷെ ഇതാണ് അവിടെ നിന്നൊക്കെ വന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ മെൽബണിലെ ക്ലൈമറ്റ് മാനേജബിൾ ആണെന്നുള്ളത് എനിക്ക് വിന്റർ ഒക്കെ കുറച്ച് ഹാഷായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഡ്രൈ വിന്റർ ആവുമ്പത്തേനും കുറച്ചുകൂടി എന്താ പറയാ, സ്നോ ഇല്ല എന്നുള്ളത് ഒരു ആശ്വാസം എന്ന് പറയാനേ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് കുറച്ച് പാടാണ്. ചൂടാണെങ്കിലും ഭയങ്കര ചൂടിലേക്ക് പോകുന്നത്. പക്ഷെ ഒരു മാനേജബിൾ. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് ഇറ്റ്സ് മാനേജബിൾ. പിന്നെ ഒരു കാര്യം എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ഇവിടെ തോന്നിയത്, പുറത്ത് മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണോന്ന് എനിക്കറിയില്ല, നാട്ടിലെ വെച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഔട്ടർ വോള് മാത്രമാണ് സിമെന്റും ബ്രിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇതിൻ്റെയൊക്കെ ഇടയിലുള്ളത് ജിപ്സം ബോർഡോ അങ്ങനെ എന്തോ ആണ്. നമുക്ക് നമ്മളൊന്ന് എന്തോ ആണിയടിക്കുകയോ കൊട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ തന്നെ തുളച്ചു പോകുന്നുള്ള പോലത്തെ സാധനം വെച്ചിട്ടാണ് റൂംസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരറ്റത്ത് എന്തെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്യുന്ന സൗണ്ട് നമുക്ക് വീട് മുഴുവൻ കേൾക്കാം. പിന്നെ പ്രത്യേകിച്ച് മനസ്സിലാവത്തുമില്ല ഇത് ഏത് സൈഡിൽ നിന്നാണ് ഒച്ച കേൾക്കുന്നതെന്നുള്ളത്. അപ്പൊ ഇത്രയും തിൻ വാൾസ് ഉള്ളത് എനിക്കൊരു സർപ്രൈസ് തന്നെയാണ്. വേറെ നമ്മളൊരു ആസ് എ ഡ്രൈവിംഗ് എൻതൂസിയസ്റ്റ് നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് പുറത്തെ രാജ്യത്തിൽ ഭയങ്കര എക്സോട്ടിക് കാർസ് ആയിരിക്കും, നമുക്കിങ്ങനെ കുറെ കാണാൻ പറ്റും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. വിച്ച് ഇസ് ദർ ആക്ച്വലി ഉണ്ട് ഇവിടെ. കുറെ പോഷ കോമൺ ആണ്, മെർസിഡീസ് കോമൺ ആണ്, ഡിഫൻഡർ കോമൺ ആണ്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഔട്ട് ഇൻ ദി ഓപ്പൺ അങ്ങനത്തെ ഒരു എക്സ്ട്രാവഗന്റ് റോഡ്സ് അല്ല. കാരണം കഴിഞ്ഞ ദിവസം വന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ കണ്ട കാർ എന്ന് പറയുന്നത് നമ്മുടെ റോഡിൽ കൂടെ ഓടുന്ന മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ സുസുക്കി മാത്രമാണ്, സുസുക്കി സ്വിഫ്റ്റ് ആണ്. പിന്നെ നമ്മുടെ മഹീന്ദ്ര XUV ഉണ്ട്, ജിമ്മി ഉണ്ട്, അങ്ങനെ നമ്മുടെ നാട്ടിലെ കാർസ് ഉണ്ട്. പെട്ടെന്ന് റോഡിൽ നമ്മൾ വണ്ടികളൊക്കെ കാണുമ്പോൾ നാട്ടിൽ കൂടെ പോകുന്ന പോലെ ടൊയോട്ട ആണ് ഇവിടെ കുറെ കാറുകൾ, ഹോണ്ട,
നമ്മൾ സിറ്റി ഹോണ്ട സിറ്റി ഉണ്ട്, അങ്ങനെ പല പല കാറുകൾ ഇവിടെ ഉണ്ട്, ക്യാമറി, അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഇത് ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് നല്ല എക്സോട്ടിക് കാർസ് വരും. സിറ്റിക്ക് ക്ലോസ് ആയിട്ട് കുറച്ചും കൂടെ മില്ലിനേഴ്സ് താമസിക്കുന്നുണ്ട്, അവിടെ കുറച്ചും കൂടെ കാണും. എന്നാലും പിന്നെ ഒരു കാര്യമാണ് ഒരു ഡിഫറെൻറ്റ് കൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് അത്ര ഒരു ഫേമസ് അല്ലെങ്കിൽ എല്ലാവരും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇവിടുത്തെ ആൾക്കാർ കാർസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം, ബ്രാൻഡ് വാല്യൂവും കാരണം ഇവിടെ മോസ്റ്റ് ഓഫ് ദി കാർസ് സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ ആ മാർക്കറ്റ് ഇസ് വെരി സ്ട്രോങ്. എല്ലാവരും ഫസ്റ്റ് ഹാൻഡ് ആദ്യമേ വാങ്ങാറില്ല. എല്ലാവരും ദേ ഓപ്റ്റ് ഫോർ മേ ബി 1 or 2 years old കാറാണ്. സെക്കൻഡ് ഹാൻഡ് കാർ മാർക്കറ്റ് ഇവിടെ വളരെ വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഈ എന്താ പറയാ, ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 കാറ് തന്നെ ഉണ്ടെന്നുള്ള രീതിക്കാണ്. അത് ഒരു അതിശയോക്തിയായിട്ട് പറയുമല്ല, നമുക്ക് ഇഷ്ടം പോലെ കാഴ്ച ഇവിടെ കാണാം. നമ്മൾ ചുറ്റിനുള്ള വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്ര തന്നെ കാഴ്ച ഉണ്ടാവും. ചിലപ്പോ വേറെ വലിയൊരു വണ്ടി എക്സ്ട്രാ ഉണ്ടാവും, 7 സീറ്റർ ടൈപ്പ് ഫുൾ ഫാമിലിക്ക്. പക്ഷെ അതിനൊരു കാരണം എന്ന് പറയുന്നതും ഇവിടെ ഓസ്ട്രേലിയ അല്ലെങ്കിൽ യൂറോപ്പിൽ ഞാൻ കേട്ടേക്കുന്ന വെച്ച്, ഫ്രണ്ട്സ് പറഞ്ഞ് കേട്ടേക്കുന്ന വെച്ച്, ഇവരൊന്നും പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രണ്ട്ലി അല്ല. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും വരണമെങ്കിലൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിലും ടൈം നമുക്ക് അങ്ങനെ എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പാർട്ട് ടൈം വർക്കിന് പോകുന്നവരാണെങ്കിലും അവർക്കെല്ലാം ഒരു വണ്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്കിന് പോകാനും വണ്ടി ഉണ്ടെങ്കിലാണ് അവർക്ക് ആ ടൈം എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാരണമാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നാൽ പോലും സ്റ്റുഡൻസ് തന്നെ പെട്ടെന്ന് തന്നെ ഒരു വണ്ടി എടുക്കാറുണ്ട്. കാരണം അത് അവർക്ക് പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസും കൂട്ടും, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടും, നമുക്ക് സമയത്ത് എത്താനും പഠിത്തം എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫാമിലീസിന് ഇവിടെ പറഞ്ഞ പോലെ തന്നെ അവർ 4 കാർ എടുക്കുന്ന 4 പേരും വർക്കിംഗ് ആണ്. അപ്പോൾ അവർക്കും ഓരോ സ്ഥലത്ത് പോകാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിനേക്കാളും കാറാണ് ആവശ്യം. അതല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചില സ്ഥലത്തേക്കൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ ഒരു 15 minutes ഉള്ളെങ്കിലും നമ്മൾ ബസ്സിന് പോവുകയാണെങ്കിൽ ഇറങ്ങി കയറി പോവാൻ ഒരു മണിക്കൂറിലധികം എടുക്കുന്നു. അപ്പൊ അങ്ങനത്തെ കേസസും ഉണ്ട്. പിന്നെ ഈ ഇത്രയും വണ്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ പബ്ലിക് പ്ലേസസിലൊക്കെ പാർക്കിംഗ് ഫീസ് ഭയങ്കര കൂടുതലാണ്, നല്ലൊരു റേറ്റ് ഉണ്ട്. അത് കാരണം തന്നെ എനിക്ക് തോന്നുന്നു സിറ്റിയിലേക്കൊക്കെ പോകുന്നവർ കൂടുതലും ഷോപ്പിങ്ങിനായാലും ജോലിക്കായാലും സിറ്റിയിലേക്ക് പോകുന്നവര് മറ്റേ പകുതി വഴി വരെ പോയി, അതായത് റെയിൽവേ സ്റ്റേഷൻസ് കുറച്ച് ദൂരം ആയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് വരെ എല്ലാവരും ഡ്രൈവ് ദെയർ ഓൺ കാർ അവിടം വരുത്തും. കാരണം അതിന് ബസ് പിടിക്കണമെങ്കിൽ 15 minute വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ കാരണം എല്ലാവരും രാവിലെ തിരക്കിലാണല്ലോ റെഡി ആവുന്നത്, നമ്മൾ കൃത്യസമയത്ത് ആരും ഇറങ്ങാറില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി പെട്ടെന്ന് എല്ലാവരും വണ്ടി എടുത്ത് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് മെട്രോ ഉള്ള റൂട്ടിലെ മെട്രോ ഓൺ ടൈമാണ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അപ്പോൾ സിറ്റിയിൽ പോവും, അവിടെ പാർക്കിംഗ് സിറ്റിയിലെ ട്രാഫിക്കിൽ പാടാണ്. അപ്പോൾ അവിടെ നിന്ന് വർക്ക് ചെയ്യും, തിരിച്ചു വരും. ദെൻ വൺസ് അഗൈൻ ടയർഡ് എടുത്ത് ബസ് തപ്പി അത് കാത്ത് നിന്ന് അതിൽ കയറി ഇറങ്ങി നടന്ന് എല്ലാവർക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് they prefer their own vehicle. സിറ്റിയിലേക്കൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പൊ മെട്രോ കുറെ അടുത്തൊക്കെ സ്റ്റോപ്പ് ഉണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ അതല്ലാതെ ട്രാംസ് ഉണ്ട്, ഇടയിലുള്ള സ്ഥലം എല്ലാം ആക്സസിബിൾ ആണ്. പക്ഷെ നമുക്ക് സിറ്റിക്ക് വെളിയിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ദൂരം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇടവിട്ടുള്ള ബസ്സുകൾ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അങ്ങനെ ബസ് കയറി ആൾക്കാർ കറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ഞങ്ങൾ പോയിട്ടുണ്ട്. തുടക്കത്തിൽ വണ്ടി ഇല്ലാത്തപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ബട്ട് വണ്ടി ഉണ്ടെങ്കിൽ ലൈഫ് ഈസ് മച്ച് മോർ ഈസിയർ ഇൻ ദീസ് കൺട്രീസ്. പിന്നെന്താണ്, ഇന്ത്യൻ ഗ്രോസറീസിന്റെ അവൈലബിലിറ്റി അത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാര്യം ഇവിടെ എല്ലാം കിട്ടും. നമുക്ക് ചക്ക, ചേന, ചേമ്പ് എന്താ വേണ്ട, മാങ്ങ പച്ച വേണോ പഴുത്തത് വേണോ, നമുക്ക് എല്ലാം കിട്ടും. പച്ചക്കായ കിട്ടും, പഴുത്തത് വേണം അങ്ങനെ കിട്ടും. അങ്ങനെ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഫ്രോസൺ ആയിട്ടായിരിക്കും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടുതലും ഫ്രോസൺ ആയിട്ടായിരിക്കും കിട്ടുക. പിന്നെ മുളക്, മല്ലി സാധനങ്ങളെല്ലാം നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഓസ്ട്രേലിയക്ക് വരുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും, അതായത് മസാലപ്പൊടികളും സാധനങ്ങളും ഒന്നും കൊണ്ടുവരാൻ പറ്റാത്തത് പലർക്കും ഒരു ടെൻഷനാണ്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും തന്നെ ഇന്ത്യൻ സ്റ്റോഴ്സ് അവൈലബിൾ ആണ്. ഒരു 5 kilometer മാക്സ് ടു മാക്സ് നിങ്ങൾ ഏതെങ്കിലും റിമോട്ട് പ്ലേസിൽ അല്ലെങ്കിൽ 10 kilometer റേഡിയസിൽ ഒരു കട കാണേണ്ടത് തന്നെയാണ്. പിന്നെ മിക്കതും ഇതുപോലെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട്സിന്റെ ഒക്കെ അടുത്ത് ബസ്സിന്റെയോ മെട്രോ സ്റ്റേഷന്റെയോ വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ ഇന്ത്യൻ സ്റ്റോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം കിട്ടും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. നമ്മുടെ ഡെയിലി എസെൻഷ്യൽസ് മാത്രമല്ല, ഇപ്പം പൊടികൾ മാത്രമല്ല, ഇപ്പം നമുക്ക് സംടൈംസ് നമുക്ക് ഫാൻഡ മിസ് ചെയ്യുന്നു, ഫ്രൂട്ടി മിസ് ചെയ്യുന്നു, ബിസ്ക്കറ്റ്, അങ്ങനെ ഫ്രൂട്ട് കേക്ക് എല്ലാം നമുക്ക് നാട്ടിൽ കിട്ടാവുന്നതെല്ലാം ഇവിടെ കിട്ടും.
ടു ബിൽഡ് ഓൺ ദാറ്റ് നമ്മുടെ ഫുഡ് ഈവൻ റെസ്റ്റോറൻറ്റ്സ് പോലും നമുക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ അങ്ങനെ നമുക്ക് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു 5-6 റെസ്റ്റോറൻറ്റ്സ് തന്നെ ഉണ്ട് ഇന്ത്യൻ തന്നെ. പിന്നെ ഇപ്പം നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ, നല്ല ദോശ കഴിക്കാനാണെങ്കിൽ അടയാർ ആനന്ദഭവനുണ്ട്, ശരണഭവനുണ്ട്, പിന്നെ പല പല ടൈപ്പ് ബിരിയാണികൾ കടകളുണ്ട്. അപ്പം ഫുഡ് ഒരിക്കലും ഇന്ത്യൻ ഫുഡ് ഒരിക്കലും നമ്മളിവിടെ വന്ന് മിസ്സാവില്ല. റേറ്റും കമ്പയർ ടു അതർ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ക്വിസീൻസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പം പുറത്തുനിന്ന് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ അതിനൊരു പ്രീമിയം റേറ്റ് കൊടുക്കേണ്ടി വരില്ല. എല്ലാം കടകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കും ഇങ്ങനെ അഫോർഡബിൾ ആണ്. ഇടാൻ പറ്റില്ല. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് നമുക്ക് അങ്ങനെ. കാര്യം അതൊക്കെ കിട്ടാത്തപ്പോൾ നമ്മൾ അയ്യോ നമ്മുടെ ശീലങ്ങളിൽ നിന്ന് മാറുന്നു എന്നുള്ളൊരു വിഷമം വരും. പിന്നെ എനിക്ക് സർപ്രൈസിങ് ആയിരുന്ന ഒരു കാര്യമാണ് ഫോറിനേഴ്സ് ഒത്തിരി ഇന്ത്യൻ ഫുഡിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം. നമ്മളിപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ആണെങ്കിലും അവിടെയൊക്കെ മറ്റേ എന്താ ഫിഷ് കറി മീൽസ് കഴിക്കാനും ചിക്കൻ ബിരിയാണി അല്ല ബട്ടർ ചിക്കൻ ആൻഡ് റൈസ് നാനൊക്കെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ചില റെസ്റ്റോറൻറ്റിൽ റെഗുലർ കസ്റ്റമേഴ്സ് വരെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മേജർ ഒരു ഷോക്ക് അല്ലെങ്കിൽ കൾച്ചർ ഷോക്ക് അല്ല, ഇതൊരു അല്ലാത്തൊരു ഇത് എന്ന് പറയുന്നത് നമ്മുടെ PR എല്ലാവരും ഇവിടെ മൈഗ്രേറ്റ് ചെയ്യാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ PR റൂൾസ് പെട്ടെന്ന് മാറുന്ന രീതിയിലാണ്. അപ്പം അതൊരു ഷോക്കായിരുന്നു. നമുക്കിങ്ങനെ ഒന്നും ഇറ്റ്സ് നത്തിങ് ഇസ് സെറ്റ് ഇൻ സ്റ്റോൺ. നമ്മൾ കുറച്ച് കോഴ്സസ് ചെയ്യാറുണ്ട് PR പോയിന്റ്സിന് വേണ്ടി. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾ അതിനൊരു മേ ബി 6 months 1 year 2 years അതിൻ്റെ ഡ്യൂറേഷൻ കാണുമല്ലോ. പക്ഷെ അതിനുള്ളിൽ തന്നെ ഈ റൂൾസ് പലതവണ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവരുടെ ലേബർ മാർക്കറ്റ് അല്ലെങ്കിൽ ഇവരുടെ മാർക്കറ്റ് ഇവരെ ഇടയ്ക്കിടയ്ക്ക് അനലൈസ് ചെയ്ത് ഇവരുടെ നീഡ് അനുസരിച്ച് ഇവർ പോയിന്റ്സും ഇവരുടെ റിക്വയർമെന്റ്സും ഇവരുടെ എല്ലാം ഇങ്ങനെ മാറ്റും. ഇപ്പം ചിലവർ പഠിക്കാൻ എനിക്ക് തോന്നുന്നു മേ ബി 3 years 4 years ബാക്ക് വന്ന സമയത്ത് 5 years സ്റ്റേ ബാക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് പിന്നെ 2 years ആയി. പിന്നെ അത് പക്ഷെ അവർ 3 years ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെയൊക്കെ ഒരു ട്രേഡ് ഡീൽസ് അനുസരിച്ച് അവർ PR പോയിന്റ്സ് മാറ്റും, ചിലപ്പോൾ ഏജ് കട്ട് ഓഫ് മാറ്റും. അങ്ങനെ ആൻഡ് ജോലി ഇപ്പം കഴിഞ്ഞ 2-5 കൊല്ലമായിട്ട് ഒരു ജോലിക്കാണ് കൂടുതൽ PR കൊടുക്കുന്നതെങ്കിൽ കുറേ ആൾക്കാരായതുകൊണ്ട് ആ ജോലിക്ക് അവർ പ്രയോറിറ്റി കുറച്ച് വേറെ ജോലിക്ക് കൊടുക്കും. അങ്ങനെ കോൺസ്റ്റന്റ്ലി ഇവോൾവിങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് മൈഗ്രേഷൻ മാർക്കറ്റാണ് ഓസ്ട്രേലിയയുടെ. അപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇപ്പൊ കറന്റ്ലി ഓസ്ട്രേലിയയിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. അപ്പോൾ കാര്യം എല്ലാ 6 monthsലും തന്നെ ഈ പറഞ്ഞ പോലെ റൂൾസ് ചേഞ്ചിങ് ആണ്. അപ്പൊ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ മെന്റലി പ്രിപ്പയർഡ് ആയിട്ടും കൂടെ വരണം. അല്ലാണ്ട് വന്നു പെട്ടുപോയി എന്ന് തോന്നരുത്. അത് അങ്ങനെ ചേഞ്ചിങ് ആണ്, അതാണ് ഒരു റിയാലിറ്റി. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടാക്സ് വളരെ കൂടുതലാണ്. അതെനിക്ക് തോന്നുന്നു കുറെ കൺട്രീസിലൊക്കെ കമ്പയർഡ് ടു മേ ബി യൂറോപ്പ് കുറവാണ്. കാരണം ചില കൺട്രീസിലൊക്കെ ഓൾമോസ്റ്റ് 40-50 ഒക്കെ വരെ എടുക്കുന്നവരുണ്ട് കേട്ടിട്ടുണ്ട്. നമുക്ക് അത്രയില്ല. ദുബായിൽ വെച്ച് നോക്കുമ്പോൾ ദുബായിൽ ടാക്സ് ഇല്ലല്ലോ, അങ്ങനത്തെ സിനാരിയോ അല്ല. ഇവിടെ നല്ല രീതിയിൽ ടാക്സ് പിടിക്കും. അപ്പൊ നല്ല രീതിയിൽ ടാക്സ് പിടിക്കും. പക്ഷെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇന്ത്യയിലും ടാക്സ് ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലാണ്. പക്ഷെ ടാക്സിന്റെ എന്താ പറയാ കട്ടിങ് റേഞ്ച് വളരെ കൂടുതലാണ്. ഓൾമോസ്റ്റ് 30% 35% നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് പോവാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു നെഞ്ചുവേദന ഉണ്ടാവും. പിന്നെ അതങ്ങ് ശരിയാകും. കാര്യം ഈ നമ്മൾ അടയ്ക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ള ഒരു ഡെവലപ്മെന്റ് നമ്മൾ കാണുമ്പോൾ കുറച്ച് സമാധാനിക്കാം. പബ്ലിക് ഫെസിലിറ്റീസ് ആണെങ്കിലും റോഡ്സ് ആണെങ്കിലും എല്ലാം ഗവൺമെന്റിന്റെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ അടിപൊളിയാണ്. അപ്പോൾ അത് കാരണം ആ ടാക്സ് അടയ്ക്കൽ അങ്ങ് സഹിക്കാം. നമ്മുടെ രാജ്യക്കാർ തന്നെ അല്ലെങ്കിൽ നെയ്ബറിങ് രാജ്യക്കാരുടെ ആൾക്കാർ വർക്ക് ചെയ്യുമ്പം അവരുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ ടാക്സ് ബെനിഫിറ്റിന് വേണ്ടി ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പം ദേ പേ എ മച്ച് ലോവർ റേറ്റ്. കാരണം ഈ ഓരോരുത്തർക്കും ഓരോ റെസ്ട്രിക്ഷൻസ് ഉണ്ട് വെൻ യു ആർ സ്റ്റഡി അവേഴ്സിൻ്റെ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ വർക്കിംഗ് കണ്ടീഷൻസും വെൻ യു ആർ വർക്കിംഗ് ഫോർ നമ്മുടെ കൂട്ടർ അവർക്ക് വർക്കിംഗ് കണ്ടീഷൻസ് അത്ര നല്ലതല്ല. ബ്രേക്ക് കാണാൻ വഴിയില്ല, ലൈക്ക് യു വിൽ ബി ഓവർ വർക്ക്ഡ്. പിന്നെ അത് ചെയ്ത് പോരാ ഇത് ചെയ്ത് പോരാ. വെൻ യു ആർ സീയിങ് ദാറ്റ് വെൻ ഇറ്റ്സ് എൻ ഓസി വർക്കർ, അവരുടെ വേറെ ഫോറിനേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നെങ്കിൽ അവർ നമ്മുടെ പകുതി പോലും പണിയെടുക്കില്ല. പക്ഷെ എന്നാൽ അവർക്ക് കേൾക്കത്തില്ല. കാരണം അവർ ചോദ്യം ചെയ്യും, നമ്മൾ ചോദ്യം ചെയ്യില്ല നമ്മുടെ നീഡ് എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ബോത്ത് പ്രോസ് ആൻഡ് കോൺസ് അതെ അങ്ങനെ. പക്ഷെ എന്നാലും ഒരു നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട് ടൈം വെച്ച് ഉണ്ടാക്കാൻ പറ്റും, പ്രൊവൈഡഡ് യു ഫൈൻഡ് എ പാർട്ട് ടൈം. കാരണം അതും കുറച്ച് പാടാണ്.
പാർട്ട് ടൈമിന് നമ്മളിവിടെ വന്നിട്ട് നമ്മളെ ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ടോ അങ്ങനെ ഒന്നും ഒരു കാര്യമില്ല. കാരണം കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്, നമുക്ക് പലത് അപ്ലൈ ചെയ്യാം. നോൺ ഇസ് ഗോയിങ് ടു കോൾ യു. അത് പാർട്ട് ടൈമിന് വേണ്ടി നിങ്ങളുടെ സീനിയേഴ്സ്, നിങ്ങൾ ഏത് കോളേജിൽ നിങ്ങളാണ് വരുന്നതെങ്കിൽ ആ അവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന സീനിയേഴ്സോ നിങ്ങൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ലൊക്കാലിറ്റിയിൽ, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ലൊക്കാലിറ്റിയിലെ സീനിയേഴ്സിനെ കണ്ടുപിടിച്ച് അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങളെ റെഫർ ചെയ്യാമോ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ പ്രിൻ്റ്, അതും നിങ്ങളിപ്പം എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാണ്ട് നിങ്ങളുടെ ആ സ്കിൽസിനെ കമ്മ്യൂണിക്കേഷനും അല്ലെ സ്റ്റോക്കോ അങ്ങനെ എന്തെങ്കിലും മാറ്റിയിട്ട് ആ ഒരു റീവേർഡ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ കടകളിൽ പോയി നേരിട്ട് സംസാരിച്ചാലേ കിട്ടത്തുള്ളൂ. കാരണം ഇവിടെ റെഫറൻസ് വെച്ചാണ് ഓസ്ട്രേലിയൻ മാർക്കറ്റിൽ ഒരു ക്ലീനർ മുതൽ അങ്ങ് CEO വരെ കിട്ടുന്നത് റെഫറൻസസ് ആൻഡ് കണക്ഷൻസ് വെച്ച് മാത്രമാണ് ജോലി. അപ്പം അത് നോക്കുക. അപ്പം പാർട്ട് ടൈം വെച്ച് നിങ്ങൾക്ക് ചിലവർ പാർട്ട് ടൈം വെച്ച് ഫീസ് അടയ്ക്കുന്നവരുണ്ട്, ചിലവർ ഫീസ് അടയ്ക്കാൻ പറ്റാത്തവരുണ്ട്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മെനി അവേഴ്സ് യു വർക്ക് ആൻഡ് വിച്ച് പാർട്ട് ടൈം യു ഗെറ്റ്. അപ്പം അതിനെല്ലാം നിങ്ങൾ ആക്റ്റീവ്ലി അറിഞ്ഞാലേ കാര്യമുള്ളൂ. മാർക്കറ്റ് നമ്മൾ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ആൾക്കാരോട് സംസാരിക്കുക, കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട, എല്ലാവരോടും ചോദിക്കുക. ഇവിടെ എല്ലാവരും ഹെൽപ്ഫുൾ ആണ്. നെറ്റ്വർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റും ആണ്. പിന്നെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനും റെഡി ആയിരിക്കും. നമുക്കതിൽ ചോദിക്കുന്ന അയ്യോ അവൻ ഹെൽപ്പ് ചോദിച്ച് വരുന്നു എന്നുള്ളത് അങ്ങനെ ഓക്വേർഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ ഈ പറഞ്ഞാൽ നമ്മൾ കടകളിലൊക്കെ പോകുമ്പോഴാണെങ്കിലും നമുക്ക് കാണാം സ്റ്റുഡൻസ് ഇങ്ങനെ ഒരാൾ കഴിഞ്ഞ് ഒരാളായിട്ട് ഇങ്ങനെ റെസ്യൂമിങ് കൊണ്ട് വന്ന് ഇവിടെ എടുക്കുന്നുണ്ടോ ചോദിക്കുന്നതൊക്കെ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, കുറച്ച് സങ്കടം തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മിക്ക ഷോപ്സിലും ചെയേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അതായത് ഈ പണിയെടുക്കുന്ന പിള്ളേർ അവര് 5 hours ഷിഫ്റ്റ് ഇല്ല, 6 hours ഷിഫ്റ്റ് ആണ്, കണ്ടിന്യൂസ് വർക്കാണ്. അപ്പൊ അത് കുറച്ച് ഫിസിക്കലി സ്ട്രെയിനിങ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ പാർട്ട് ടൈം ആയിട്ട് വരുമ്പോൾ അതിനും കൂടെ പ്രിപ്പയർഡ് ആയിട്ട് വരിക. അരബി സ്റ്റുഡന്റ് ആയിട്ട് വന്നുകൊണ്ട് അത് കുറെ മാനുവൽ ലേബർ ആണ് ഇവിടെ പാർട്ട് ടൈം ആയിട്ട് കൂടുതൽ കിട്ടാറുണ്ട്. ലൈക്ക് ചിലവർ ഊബർ ഓടിക്കാറുണ്ട്, ചിലവർ സെക്യൂരിറ്റി ഗാർഡ് വെയർ ഹൗസുകളിൽ പോകാറുണ്ട്, ചിലവർ കോൾഡ് സ്റ്റോറേജിൽ പോകാറുണ്ട്. അപ്പം അതിപ്പം നോട്ട് ജസ്റ്റ് ഓസ്ട്രേലിയ, ഏത് പുറത്തുള്ള കൺട്രി പോയാലും അത് മാനുവൽ ലേബർ ഇസ് പാർട്ട് ഓഫ് പാർട്ട് ടൈം. അത് വൺസ് അഗൈൻ എവിടെ നിൽക്കുന്നു എന്ന്, അതായത് ചിലപ്പോൾ വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ട്, ചിലവർക്ക് മറ്റേ സാധനങ്ങൾ എടുത്തു വെക്കേണ്ട ജോലിയുണ്ട്. അത് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലുള്ള ജോലിയാണ്. ഓരോരുത്തരും ഓരോ പേയുമാണ്. ഇപ്പം 24 മുതൽ 35, 45, 60, 50 അങ്ങനെ ആ റേറ്റ് വരെ പോകും. 24 തുടങ്ങുന്നതാണ് ആലോചിക്കണം പെർ അവർ. അപ്പോൾ അതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ വേ യു വർക്ക് വിത്ത് ഹൂ യു വർക്ക് എന്നുള്ളതാണ്. അപ്പൊ അതിന് മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് വരിക, വന്ന് കഴിഞ്ഞ് പെട്ടുപോയി എന്ന് തോന്നരുത്. ജോലിക്കാരി പറഞ്ഞ തൊട്ട് വേറൊരു കാര്യം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് സ്കാംസ്. കാരണം പല രാജ്യക്കാർ വരുന്നതുകൊണ്ടും എസ്പെഷ്യലി നമ്മുടെ നാട്ടുകാർ വരുന്നതുകൊണ്ടും പല സ്കാംസ് നടക്കാറുണ്ട്. ജോലി വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞും ജോലി കണ്ടുപിടിച്ച് തരാം. അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് അയ്യോ എനിക്ക് കരഞ്ഞുകൊണ്ട് ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. ഞാൻ സ്റ്റുഡൻ്റാണ്, എനിക്ക് നാട്ടിൽ പോകാൻ കാശില്ല, എനിക്ക് റെൻ്റ് അടയ്ക്കാൻ കാശില്ല, ഒരു $50 തരുമോ, $20 തരുമോ, ഞാനത് നാളത്തേക്ക് അയച്ചു തരാം, ഫോൺ നമ്പറും വാങ്ങും, എല്ലാം വാങ്ങും, അഡ്രസ്സൊക്കെ വാങ്ങും. പക്ഷെ അങ്ങനത്തെ ഒന്നും ആൾക്കാർ കാണില്ല. അപ്പം അങ്ങനെ കുറെ പേര് എനിക്കും തിരിച്ചു തരത്തില്ല. പറഞ്ഞ അവർക്ക് അറിയാം കൃത്യമായിട്ട് ആരാണ് പുതിയതായിട്ട് ഇവിടെ എത്തിയേക്കുന്നതൊക്കെ ഉള്ളത്. നമ്മുടെ ഞാൻ വന്ന സമയത്ത് ഞാൻ ഒന്ന് സ്കാം ആയതാണ്, ഒരു $50 പോയതാണ്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനും അവർക്കും ഒക്കെ ഇങ്ങനെ ഓരോ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിലും സ്കാമിങ്ങിലും സ്കാമേഴ്സിൻ്റെ അടുത്ത് പെടാണ്ടിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് സൈഡായിട്ട് തോന്നിയിട്ടുള്ള ഇവിടുത്തുകാര്, എനിക്ക് തോന്നുന്നു കൂടുതൽ ഓസീസ് ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഭയങ്കര നല്ല ബിഹേവിയർ ആണ്. ആക്ച്വലി എനിക്ക് കുറച്ചൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. എന്നാലും ഇപ്പോൾ ഒരു പബ്ലിക് പ്ലേസിലൊക്കെ നമ്മൾ കുറച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്, അല്ല നമ്മൾ കുറച്ച് വിഷമിച്ചൊക്കെ നിൽക്കുവാണെങ്കിൽ അവർ വന്നിങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഹെൽപ്പ് ചെയ്യാനും ഭയങ്കര റെഡിയാണ്. ഇപ്പം അടുത്ത് ഉള്ളൊരു കടയാണ്, കുറച്ച് നടക്കാനൊക്കെ ഉള്ളെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെയാണ് അങ്ങനെയാണ്, യു ക്യാൻ പിക്ക് ദിസ്, യു ക്യാൻ പേ ദർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞു തരാൻ എന്താ പറയുക, നമുക്ക് വേണ്ടി മെനക്കെടാൻ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത പോലെ കാണിക്കും. അതൊരു എക്സ്പെക്ട് ചെയ്യാത്ത ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര വെൽക്കമിങ് ആണ് ഇവിടുത്തെ പോപ്പുലേഷൻ, ബോത്ത് മൈഗ്രന്റ് ആൻഡ് ഇൻഡിജിനസ്. അവർ എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ വെൽക്കം ചെയ്യും. നമ്മുടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മീൻസ് എക്സ്ട്രീമിസ്റ്റ് എല്ലായിടത്തും കാണും, എന്നാലും ഓൺ ജനറൽ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എനിക്ക് ഓഫീസിലെ കാര്യങ്ങളാണെങ്കിലും തോന്നിയിട്ടുള്ളതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തെടുത്തുള്ളതിനെക്കാളിലും
ഓഫീസിലെ ആൾക്കാരെ എനിക്ക് ഇവിടെയാണ് അറിയാവുന്നത്. കാര്യം എല്ലാവരും ഭയങ്കര ഓ ഇവിടെ പുതിയതാണല്ലേ, അത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇത് എല്ലാം പറഞ്ഞു തരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ. ആ ഒരു ഹെൽപ്പിംഗ് ഇൻ ദ സെൻസ് നമുക്ക് വലിയ സഹായങ്ങളായാലും കുട്ടി കുട്ടി കാര്യങ്ങളില്ലേ, നമ്മൾ ഇപ്പം ചായക്കപ്പ് എവിടെയാ വെക്കേണ്ടത്, ഇല്ലെങ്കിൽ നമ്മുടെ കാർഡ് കാണുന്നില്ല അതെവിടെയാണ് അറിയിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും കുറച്ച് വലിയ കാര്യങ്ങളാണെങ്കിലും പേഴ്സണൽ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിലും അവര് കേട്ടറിഞ്ഞ് വന്ന് നമ്മളെങ്ങ് ഹെൽപ്പ് ചെയ്യും. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം മെൽബൺ മൊത്തം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് റെന്റൽ ക്രൈസിസ്. സിഡ്നി ആസ് വെൽ, പെർത്തും ബ്രിസ്ബെയിനും ഉണ്ടോ എന്ന് എനിക്കറിയാം, എന്തായാലും കണ്ടതാണ്. കാരണം ഇൻഫ്ലക്സ് കൂടുതലായതുകൊണ്ട് പ്രോപ്പർട്ടീസ് റെന്റിന് കിട്ടാനില്ല, അല്ലെങ്കിൽ ഭയങ്കര റെൻ്റായിരിക്കും. അപ്പം നിങ്ങൾ ഇവിടെ ഏൺ ചെയ്യുന്നതിൻ്റെ ഒരു മേജർ ചങ്ക് പോകാൻ പോകുന്നത് റെൻ്റൽ പ്രോപ്പർട്ടീസിനാണ്, അല്ലെങ്കിൽ നിങ്ങൾ റെൻറ്റിനാണ്. അത് കിട്ടാനും പാടാണ്. അപ്പം ലൈക്ക് കുറേ ആപ്ലിക്കൻസ് ഉള്ളതുകൊണ്ട് സ്റ്റുഡൻസിന് കിട്ടാൻ പാടാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ എല്ലാവരും ഗ്രൂപ്പ് ചേർന്നാണ് എടുക്കാറ്, അല്ലെങ്കിൽ സിംഗിൾ ഹൗസ് ഇല്ലെന്ന് തന്നെ പറയാം. 3 bedroom 4 bedroom ആണ് പൊതുവേ ഉള്ളത്. കാരണം അങ്ങനെ എടുക്കുമ്പോൾ പോലും ചിലപ്പോൾ ഒന്നും കിട്ടാറില്ല. അപ്പം ഈ ഒരായിട്ട് ഒന്നെങ്കിൽ 2 ആയിട്ട് ആൾക്കാർ നിൽക്കുന്നത് പറയുന്നത് ഇവിടെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ഹൗസസ് എടുക്കാം. അതായത് ഇപ്പം നമ്മുടെ ഈ വീട് വിട്ട് നമ്മളിങ്ങനെ എനിക്കൊരു റൂമോ അല്ലെങ്കിൽ 2 റൂമോ ഞാൻ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നുള്ള രീതിയിൽ, മറ്റേ പേയിങ് ഗസ്റ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ കുറേ ആൾക്കാർ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു 3 bedroom 4 bedroom എടുത്തിട്ട് അതിനകത്ത് ഒരു ബെഡ്റൂം ഫ്രീ ആയിരിക്കും, അവർ 3 പേരുള്ളതുകൊണ്ട് അവരപ്പം 4ാമത്തെ ബെഡ്റൂം ബിൽസ് ഇൻക്ലൂഡഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് എടുക്കുന്നത്. പക്ഷേ എല്ലാം അതാണെങ്കിലും നിങ്ങൾ പ്രൈവറ്റ്ലി ഒരു വീട് ഒരു ഓണറിൻ്റെ നിന്ന് റെൻ്റ് എടുത്ത് ബിൽസൊക്കെ തന്നെ പേ ചെയ്യാനാണെങ്കിലും ഇറ്റ്സ് ഗോയിങ് ടു ബി എ മേജർ ചങ്ക് ഓഫ് യുവർ ഏർണിങ്സ്. അത് ഒരു മാർക്കറ്റാണ്. കാരണം ഇവിടെ അത്ര ക്രൈസിസ് ഉണ്ട്. പിന്നെ വീട് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഭയങ്കരമാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യാണ്, മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ഫുള്ളി ബുക്ക്ഡ് ആണ്. പക്ഷെ വീട് നമ്മൾ നോക്കുന്ന സമയത്ത് മിക്കയിടത്തും ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ അവരൊരു ഡേ പറയും. ആ വീട് നോക്കാൻ താല്പര്യമുള്ള എല്ലാവരും ആ ദിവസം ഒരു പെർട്ടിക്കുലർ വിൻഡോ ഓഫ് ടൈമിൽ തന്നെ വരണം എന്നുണ്ടാവും. അത് മിക്കവാറും ഇതുപോലെ വർക്കിംഗ് ഡേയ്സിലൊക്കെ ഉച്ച സമയത്തൊക്കെ 1 മണി അല്ലെങ്കിൽ രാവിലെ 11 മണി എന്നാൽ അതൊക്കെ വർക്കിംഗ് ഒരു ലഞ്ച് ബ്രേക്കിന് ഇറങ്ങി വരാന്നുള്ള രീതിയിലും അല്ല. അപ്പോൾ അതും നമ്മൾ വാടകയ്ക്ക് നോക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു 20-30 ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ സകല ബയോഡക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ തരത്തുള്ളൂ. അപ്പോൾ അതൊരു കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. ആ ടൈമിൽ പോയി ഇൻസ്പെക്ഷന് പോക്കും ഭയങ്കര ഒരു ചടങ്ങാണ്. ഇനി പോയാൽ തന്നെ മിക്കവാറും സ്ഥലങ്ങളും ഷെയർഡ് ആയിരിക്കും. ഇൻഡിവിജ്വലായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ദൈവത്തിന്റെ കൃപ എന്ന് പറയേണ്ടി വരും. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ഇവിടെ പോപ്പുലേഷൻ അനുസരിച്ച് വീടുകൾ ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു അറിയാതിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ കോഫി അഡിക്ഷനാണ്. നമ്മള് നാട്ടില് ഇപ്പം ചായ കുടിക്കും, കാപ്പി കുടിക്കും, അത് എന്താ രാവിലെ വൈകിട്ട് കുടിക്കും എന്നല്ലാതെ അതിനോടൊരു ഒബ്സെഷൻ എന്ന് പറയാനായിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ച് കൂടുതലാണ്. അതും അവർ ഭയങ്കര സ്പെസിഫിക് ആണ്. ഇപ്പൊ കോഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ആ കാപ്പിയുടെ ഒരു കയ്പിറങ്ങുന്ന ലെവലില്ലേ, അതിനെയാണ് ഇവര് ഒതന്റിക് കോഫി എന്ന് പറയുന്നത്. ഇപ്പൊ ഓഫീസിലൊക്കെ ആണെങ്കിൽ അവിടെ ചായയും കാപ്പിയും എല്ലാം നമ്മുടെ കഫേയിൽ അവൈലബിൾ ആണ്. പക്ഷെ ആൾക്കാര് അതിന്റെ പുറത്തുള്ള ഈ പറഞ്ഞ പോലെ കുറച്ച് അതിനുവേണ്ടി പൈസ ചെലവാക്കൽ ഒരു ഇഷ്യൂ അല്ല. ചെലവാക്കലല്ല, അവർക്ക് മറ്റേ ആ പ്രീമിയം ബ്ലെൻഡ് വേണം, മറ്റേ ആ പെർട്ടിക്കുലർ കോഫി ബീൻ വേണം, എന്നാലേ ഫ്ലേവർ ഇറങ്ങും. നല്ല ഒട്ടും മധുരം ഇടാണ്ട് നല്ല ബ്ലാക്ക് കോഫി, എസ്പ്രസോ, അതൊക്കെയാണ് ഇവരുടെ ആൾക്കാർ. അത് കുടിച്ചാൽ അവർ ഉണരൂ എന്നാണ് അവർ പറയുന്നത്. അത് അവർ ഒരുപാട് കാപ്പി കുടിക്കുകയും ചെയ്യും കേട്ടോ. അത് എനിക്ക് അറിഞ്ഞൂടാ അത് എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ള കാര്യം. പിന്നെ കഫേ കൾച്ചർ ഇവിടെ ഭയങ്കര ഇതാണ്. കോഫീസ് ആൻഡ് ക്രോസാൻസ് അങ്ങനത്തെ സംഭവങ്ങൾ ഭയങ്കര ഫേമസ് ആണ് മെൽബണിൽ എസ്പെഷ്യലി. പിന്നെ നാട്ടിലൊക്കെ നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചാറ്റിയാണല്ലോ കുടിക്കുന്നത്. ഇവിടെ പക്ഷേ നമ്മൾ ടാപ്പിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടാണ്. ഇവിടെ പോലും അങ്ങനെയാണ്. നമ്മൾ ടാപ്പ് വാട്ടർ ഇവിടുത്തെ ഡ്രിങ്കബിൾ ആണ് ആൻഡ് ഇറ്റ്സ് അവൈലബിൾ. ഇപ്പം എല്ലാ വീടുകളിലും അങ്ങനെയാണ്. നമ്മളിപ്പോൾ എവിടെയും കറങ്ങാൻ പോയാലും കുടിക്കാനും നമുക്കിങ്ങനെ ടാപ്പ് വാട്ടർ ഫോസറ്റ്സ് ഉണ്ട്, അത് കുടിക്കാൻ വേണ്ടി. ആൻഡ് എനിക്ക് തോന്നുന്നു റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്തിട്ടാണ് തോന്നുന്നു ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ ആക്കുന്നത്. അവര് റിസർവോയർ അങ്ങനെയാണ് ഫില്ല് ചെയ്ത് വിടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ക്ലീനസ്റ്റ് വാട്ടർ ഉള്ള സ്ഥലമാണ് ഓസ്ട്രേലിയ എന്നാണ് പറയുന്നത്. എനിക്ക് വന്ന സമയത്ത് അത് കുറച്ചൊരു ഇതെന്താ എല്ലാവരും പൈപ്പിൽ നിന്ന് നേരെ എടുത്ത് കുടിക്കുന്നതെന്നൊരിതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതുമായിട്ട് യൂസ് ടു ആയി.
ഇറ്റ്സ് ആക്ച്വലി നൈസ്. നമുക്ക് ആ ഒരു ഹാർഡ് ടേസ്റ്റ് ഒന്നും ഇല്ല. നല്ല വെള്ളമാണ്. നമുക്ക് ഒരു 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 ബുദ്ധിമുട്ട് വരത്തില്ല ഇവിടെ വരുമ്പോഴത്തേക്ക്. അയ്യോ വെള്ളത്തിന് ഹാർഡ് ടേസ്റ്റ് ഉണ്ടെന്ന്. ടാപ്പ് വാട്ടർ ഇസ് റിയലി ഗുഡ് ഇവിടെ. പിന്നെ എനിക്ക് സർപ്രൈസ് ആയിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുറത്തുള്ള രാജ്യത്തൊക്കെ ആൾക്കാർ ഭയങ്കര എന്താ പറയാ, കുറച്ചുകൂടെ റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സസ് ഇടുമല്ലോ. റിവീലിംഗ് എന്ന് പറയാവോ അത്? ഇപ്പൊ ഇതൊക്കെ ശരിയാണോന്ന് അറിയില്ല. എന്നാല് കുറച്ച് ബോൾഡ് ആയിട്ട് ഡ്രസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ എനിക്ക് അറിയാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ഫോറിനേഴ്സിന് അത് അമ്മമാര് അപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമല്ല. എല്ലാ വീട്ടിലും അമ്മമാര് പെൺകുട്ടികളോട് ഇത്ര ഇട്ടാ പോരാ, ഇറക്കമുള്ളത് ഇട്, കൈയുള്ളത് ഇട് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് പിള്ളേർ അത് ഇട്ടിട്ട് പോകുമ്പോ അവര് മറ്റേ തല്ലി പേടിപ്പിച്ച് ഡ്രസ്സ് മാറ്റിക്കാറില്ല എന്ന് മാത്രം. അല്ലാതെ എല്ലാവർക്കും കുറച്ച് കവേർഡായിട്ട് നടക്കുന്നില്ലെങ്കിൽ കുറച്ച് മോഡസ്റ്റ് ഡ്രസ്സസ് വേണം എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഇവിടുത്തെ അമ്മമാരും എന്നുള്ളത് എനിക്ക് സർപ്രൈസ് ആയിരുന്നു. പിന്നെ നമുക്കിവിടെ ഒരു റിയലി സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മേ ബി ഒരു 2 years മുമ്പ്, അല്ലെങ്കിൽ 2 years കാലം കഴിഞ്ഞു, ജിയോയ്ക്ക് മുമ്പ് നമുക്കത് തോന്നില്ലായിരിക്കും. ഇപ്പൊ നാട്ടില് എല്ലാ മുക്കിലും മൂലയിലും ഇന്റർനെറ്റ് ഉണ്ട്. എല്ലാവർക്കും 2 GB ഡേറ്റ പെർ ഡേ വെച്ച്, അല്ലെങ്കിൽ 1 GB ഡേറ്റ 1 GB ഡേറ്റ പെർ ഡേ ഉണ്ട്. അപ്പൊ എല്ലാവരും കണക്റ്റഡ് ആണ് ഇന്റർനെറ്റ് ആയിട്ട്. ഇവിടെ അൺലിമിറ്റഡ് പ്ലാൻസ് ഉണ്ട്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ അതിനെക്കാട്ടിലും നമ്മൾ റിമോട്ട് ഏരിയസ് നമ്മൾ കറങ്ങാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ നെറ്റ്വർക്ക് കിട്ടാറില്ല, വൈഫൈ കിട്ടാറില്ല. അങ്ങനത്തെ കുറേ ഏരിയാസ് ഉണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഏത് കുന്നിനും മലയിലും കയറി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് BSNL കിട്ടും, എയർടെൽ കിട്ടാറുണ്ട്, എല്ലായിടത്തും കണക്ടിവിറ്റി ഉണ്ട്. ഇവിടെ അത് നല്ല കുറവാണ് നമ്മളിങ്ങനെ കറങ്ങാൻ പോകുമ്പോൾ. അതൊരു സർപ്രൈസ് ആയിരുന്നു. അത് റിമോട്ട് ഏരിയാസിൽ മാത്രമല്ല, ഇപ്പൊ വീടുകളിലേക്കൊക്കെ നമ്മൾ എടുക്കുന്ന കണക്ഷൻസ് ആണെങ്കിലും ഇന്റർനെറ്റ് പൊതുവെ കുറച്ച് സ്ലോ ആണ്. അപ്പൊ ഇത്രയും ഡെവലപ്ഡ് ആയ ഒരു രാജ്യത്ത് ഞാനത് ഒട്ടും കുറവാണ്. ആക്ച്വലി അൺലിമിറ്റഡ് സ്പീഡാണ്, അൺലിമിറ്റഡ് ഡേറ്റ ആണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ബഫറിങ്, നമുക്ക് വീഡിയോ സ്ട്രീംസ് ചെയ്യുമ്പോൾ ബഫറിങ് വരും. ആൻഡ് ചില റൂമിൽ നമുക്ക് ഇത് കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഇവിടെ. നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കസ്റ്റമർ കെയർ വിളിച്ച് ചീത്ത പറയും, ഇവിടെ വീട് മുഴുവൻ കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ ഇത്ര ഇതിന് വൈഫൈ എടുത്തിട്ടും സ്പീഡ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മള്, എനിക്ക് തോന്നുന്നു, ഒരു മൊബൈൽ ഡാറ്റയുടെ സ്പീഡ് വീടുകളിൽ വൈഫൈ എടുത്താലും ഉള്ളൂ. അത് എന്താണ് അങ്ങനെയെന്ന് അറിയില്ല. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ അതുകൊണ്ട് മൊബൈലിനോട് അത്ര അഡിക്റ്റഡ് അല്ല. അത് മേ ബി ആ ഒരു കേസിൽ അതൊരു നല്ല കാര്യമാണെന്ന് തോന്നുന്നു. കാര്യം ആൾക്കാര് ഫോണുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം മേ ബി ഈ സ്പീഡ് കൊണ്ടായിരിക്കാം കുറവാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എല്ലാ ഇൻവിറ്റേഷൻസിനും, ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടീസ്, ഹൗസ് വാമിങ്, അല്ലെങ്കിൽ അങ്ങനെ എന്ത് കൈൻഡ് ഓഫ് പാർട്ടീസിനും ഇൻവിറ്റേഷന് RSVP അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഭയങ്കര നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി ബിക്കോസ് വി ആർ റീസെന്റ് മാരീഡ്. ആ വിളിച്ചാൽ വരാന്ന് പറഞ്ഞവർ വരാത്തതിൻ്റെയും പ്രതീക്ഷിക്കാത്തവർ വരുന്നതിൻ്റെ ഒക്കെ ആ ഒരു കാൽക്കുലേഷൻ ഇഷ്യൂ നമ്മൾ റീസെന്റ് ഫേസ് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തു, നമുക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതിന് വേറെ കള്ളങ്ങളും കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ഉണ്ടാവില്ല കേട്ടോ, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ല മനസ്സോടുകൂടി അക്സെപ്റ്റിംഗ് ആണ്. അല്ലാതെ അവർക്ക് എന്താ ഒന്ന് ഇവിടെ വരെ വന്നാൽ, ഇല്ലെങ്കിൽ അവൻ എന്താ ഇത്രയ്ക്ക് വലിയ തിരക്ക് എന്നുള്ളൊരു സാധനം ഇല്ല. അതൊരു നല്ല കാര്യം. അതുകൊണ്ട് തന്നെ ആൾക്കാർ മറ്റേ ഇല്ല ഇപ്പൊ വരാന്ന് പറയാം, എന്നിട്ട് അന്ന് വേറെ വല്ല കള്ളവും പറയാം എന്നുള്ളൊരു സാധനമൊന്നുമില്ല. വരുവോ വരില്ലയോ എന്നുള്ളത് ഇൻവിറ്റേഷന്റെ കൂടെ തന്നെ അവരൊരു ഡേറ്റ് തരും. ആ ഡേറ്റ് ആകുമ്പോഴേക്കും നമ്മൾ കൺഫേം ചെയ്യുക. അതനുസരിച്ചാണ് അവർ കേറ്ററിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അതൊരു നല്ല കാര്യമാണ്. അതേപോലെ തന്നെ നാട്ടില് കാണാതെ ഇവിടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ചെറിയ എമൗണ്ട് ആണേ പോലും മറ്റേ ഫണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആപ്സ് ഉണ്ടല്ലോ, അതില് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നോർമൽ ആയിട്ടാണ് ഇവിടെ ഉള്ളവർ കാണുന്നത്. ഇപ്പം നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ചെറിയൊരു ചായയുടെ കാശല്ലേ, ഇല്ലെങ്കിൽ ഒരു വടയുടെ കാശല്ലേ എന്ന് പറഞ്ഞിട്ട് ഇത്തവണ ഞാൻ എടുത്തു, അടുത്ത തവണ നീ എടുക്ക്. അത് ചിലപ്പം കുറച്ച് ഊറ്റുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ എടുക്കത്തില്ല. അത് പിന്നീട് മനസ്സിലൊരു ഇതാവും, വെറുതെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകും. അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ അതിനൊരു ചാൻസ് ഇല്ല. ഇവിടുത്തെ ഒരു കൾച്ചറിൽ ചെറിയ എമൗണ്ട്, ഈവൻ 50 സെന്റ് ആണെങ്കിലും അതും ഈ ആപ്പില് ആഡ് ചെയ്യാം, അതും സ്പ്ലിറ്റ് ചെയ്യും എന്നുള്ളത് വളരെ കാഷ്വൽ ആയിട്ടുള്ള. അപ്പൊ എല്ലാവരും അതിനെ
കാശ് ഒരു പ്രശ്നം, കാരണം കാശ് ഒരിക്കലും ഇഷ്യൂ ആവരുത്. കാശ് ഇഷ്യൂ ആയാൽ അവർക്ക് തമ്മി നിൽക്കാനും, കാരണം എല്ലാവരും ഫാമിലീസിനെ വിട്ടാണല്ലോ നിൽക്കുന്നത് ഇവിടെ. അപ്പോൾ അവർക്ക് തമ്മി ഒരു ബോണ്ട് ഉള്ളത് ഈ കൂടെ നിൽക്കുന്നവരോട് മാത്രമേ ഉള്ളൂ. അവരെ തമ്മി ഒരു കാശ് ഒരിക്കലും ഇഷ്യൂ ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ആപ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും ഓപ്പൺ ആയിട്ട്, ഞാനിപ്പോൾ നിനക്കൊരു ബിരിയാണി വാങ്ങിച്ചു തന്നു, ഞാനൊരു വടാപ്പാവാണ് കഴിച്ചെന്ന് പറഞ്ഞ് അതിൻ്റെ ആ ബില്ലെടുത്ത് ആ കറക്റ്റ് ഫോമിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ല. അടുത്ത പ്രാവശ്യം വേറെ ആൾ കൊടുത്താലും കൊടുത്തതിൻ്റെ കാശല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരിക്കലും കാശ് ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് തമ്മി കാശ് ഒരിക്കലും ഇഷ്യൂ ആവത്തില്ല. ഒരു റിലേഷന്റെ ഇടയിലും കാശ് ഒരു ഇഷ്യൂ ആവുന്നില്ല. അത് കൊളീഗ്സിന്റെ ഇടയിലാണേലും ആരുടെ ഇടയിലാണേലും അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ പല സാലറിയിലുള്ള ആൾക്കാർ ഒരുമിച്ച് പുറത്തൊക്കെ പോകുമ്പോൾ അയ്യോ അവർക്കത് അഫോർഡ് ചെയ്യാം, എനിക്ക് അത്രയും പറ്റില്ലല്ലോ എന്നുള്ളൊരു തോട്ട് വരത്തില്ല. നമ്മൾ കഴിച്ചതിൻ്റെ പൈസയെ നമുക്ക് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്ത ഒരു ഫെസിലിറ്റിയുടെ ചാർജേ നമുക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് കറങ്ങാൻ പോകാനും ഇതൊന്നും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്കും അതൊരു പ്രശ്നമല്ല. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതൊക്കെയാണ് കുറച്ച് പോസിറ്റീവ്സ് തോന്നിയിട്ടുള്ളത്. ഒരു റിയാലിറ്റി ചെക്ക് ഫോർ കമ്മിങ് ടു ഓസ്ട്രേലിയ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ലൈഫ് എന്ന് വിചാരിച്ച് വരിക. ഇതിലും കൂടുതൽ വേറെ റിയാലിറ്റി, നല്ലതും ചീത്തയുമായ വേറെ റിയാലിറ്റി ചെക്സ് ഉണ്ട്. ഇതൊരു ചെറിയൊരു സ്നാപ്ഷോട്ട് മാത്രം. പെട്ടെന്ന് ആലോചിച്ച് കിട്ടി. നമ്മളിങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വന്നപ്പോ അയ്യോ ഞാൻ വന്നിട്ട് 1 വർഷമായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു വന്നപ്പോ റാൻഡംലി ഓർമ്മ വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാന്ന് വെച്ചാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കൂടുതൽ യൂസ്ഫുൾ ആവുക ഇങ്ങോട്ട് പുതിയതായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരാൻ ആലോചിക്കുന്നവർക്കായിരിക്കും. സോ അവരോട് പറയാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാനായിട്ട് നമ്മുടെ മെൽബൺ സിറ്റി വ്ളോഗിൻ്റെ പാർട്ട് 1 കണ്ടാൽ മതി. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ബസ്സിലെ മെട്രോയിലേക്ക് ട്രാവലിനെ കുറിച്ച്. പിന്നെ ഗ്രോസറി ഷോപ്പിംഗ്, ഇവിടെ എന്തൊക്കെ കിട്ടും, എങ്ങനെയാണ് പേയ്മെന്റ് കാര്യങ്ങൾ തുടങ്ങിയതൊക്കെ നമ്മുടെ കോൾസ് സൂപ്പർ മാർക്കറ്റിലെ ഷോപ്പിംഗ് ആയിട്ട് ഒരു വീഡിയോ, ഡീറ്റെയിൽഡ് ഷോപ്പിംഗ് മാത്രമായിട്ടും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ സ്റ്റോറിന്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഒരുവിധം സോർട്ടഡ് ആയിരിക്കും തോന്നുന്നു അല്ലേ? ലൈഫ് ഇൻ ഓസ്ട്രേലിയ എങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഗസ് അടിക്കാവുന്ന കാര്യമുള്ളൂ. ഫസ്റ്റ് വന്ന് സെറ്റിൽ ആവുന്നവരെയുള്ള കാര്യങ്ങൾ അത് വെച്ച് ഓക്കെ ആയിരിക്കും. പിന്നെ ഇപ്പൊ കുറെ പേരെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ തപ്പിപ്പിടിച്ച് മെസ്സേജ് ഒക്കെ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എന്താ പറയാ, ചാനൽ തുടങ്ങി ഇത്ര പെട്ടെന്ന് എന്നുള്ളതൊരു സർപ്രൈസിങ് സംഭവമായിരുന്നു. അങ്ങനെ കുറെ പുതിയതായിട്ട് ഇങ്ങോട്ട് വന്ന കുട്ടികളെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ ടെമ്പററി ആയിട്ട് വന്നവരും 1-2 പേര് ഇങ്ങനെ ഒരാഴ്ചത്തേക്ക് വരുന്നുണ്ട്, ഇല്ല പേപ്പർ പ്രസന്റേഷന് വരുന്നുണ്ട്, അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ഇല്ലേ മക്കളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കൊണ്ടുവരാം, ഇല്ലേ വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ച്. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് അത്ര ആധികാരികമായിട്ട് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് പറ്റിയ മിസ്റ്റേക്സ് എല്ലാം നമ്മൾ അങ്ങനെ ഉള്ളപ്പോൾ ഷെയർ ചെയ്യാറുണ്ട്. സോ അതൊരു സന്തോഷം. നമ്മളിപ്പോൾ വളരെ കുറച്ച് പേരാണെങ്കിലും ഒരു 10-30 പേര് നമ്മളെ അന്വേഷിച്ച് വന്ന് ചോദിക്കാൻ നമുക്കവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. എസ്പെഷ്യലി ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ഒക്കെ ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. അപ്പം ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. സോ വരാൻ ഉദ്ദേശമുള്ളവർ ആ പഴയ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്താൽ മതി. വീണ്ടും എന്താ പറയുക, അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ചാനൽ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. സോ യാ, അത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും